ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി അഥവാ മലയാളം സെക്കൻഡിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്റർ ഏതാണ്? കുമ്മാട്ടി എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. വിളവെടുപ്പിൻ്റെ ആരവത്തോടൊപ്പം മറ്റൊരുണർവിൻ്റെ ആർപ്പുവിളികൾക്കും വാദ്യാഘോഷങ്ങളും ഉയരുന്നു. ഓക്കെ, കുമ്മാട്ടി. തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പുവിളിച്ച് വില്ലുകൊട്ടി വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന ഒരു നാടോടി കലയാണെന്ത്? ദേശക്കുമ്മാട്ടി അല്ലേ. അനുഷ്ഠാന അംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ്. ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുള്ള ദേശോത്സവമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അത് മാറിയിരിക്കുന്നു അല്ലേ. കിഴക്കുംപാട്ടങ്കര, കുറ്റുമുക്ക്, മരുതൂർ, എവനൂർ, അയ്യന്തോൾ, വിയ്യൂർ, ഊരകം എന്നിവിടങ്ങളിലാണ് ഇന്ന് പ്രധാനമായിട്ടും കുമ്മാട്ടിക്കളിയുള്ളത്. ഗ്രാമീണ വീഥികളും മുറ്റങ്ങളും അരങ്ങായി ഉപയോഗിക്കുന്ന വിപുലമായ അവതരണ ഘടനയാണ് ഈ കലാരൂപത്തിനുള്ളത്. കാർഷിക സമൃദ്ധിയുടെയും ഗ്രാമീണ സംസ്കാര തനിമയുടെയും ആചാര സങ്കല്പങ്ങളാണ് ഈ വിനോദകലയ്ക്കുള്ളത്. ഓരോ ദേശക്കുമ്മാട്ടിയും ആശാന്മാരുടെ നേതൃത്വത്തിൽ പൊയ്മുഖങ്ങൾ ഒരുക്കുക, ചായം കൊടുക്കുക, കുമ്മാട്ടിപ്പുല്ല് ശേഖരിക്കുക, വേഷം കെട്ടാനുള്ളവരെ തീരുമാനിക്കുക തുടങ്ങിയ അണിയർ ഒരുക്കങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. താൻ ഇന്ന വേഷം കെട്ടുകയാണെന്ന് ഓരോരുത്തരും നിശ്ചയിക്കുകയാണ് പതിവ്. തള്ള, പന്നി എന്നീ വേഷങ്ങൾ ചിലർ ഓരോ വർഷവും സ്ഥിരമായിട്ട് കെട്ടുന്നു. ശരീരം മറയ്ക്കാനുള്ള ഔഷധ ഗുണമുള്ള പാർപ്പടകപ്പുല്ല് തലേ ദിവസം തന്നെ ചെറുപ്പക്കാർ സംഘമായി ചേർന്ന് ശേഖരിച്ച് പ്രത്യേക രൂപത്തിൽ മെടഞ്ഞു വയ്ക്കുന്നു. പുല്ലിൻ്റെ കട നടുവിൽ വരുന്ന വിധത്തിൽ തല 2 ഭാഗത്തേക്ക് മടക്കി വെച്ച് കാഞ്ഞിരവള്ളി കൊണ്ടാണ് മെടയുന്നത്. ഈ അവസരങ്ങളിൽ ഓണപ്പാട്ടുകൾ പാടും. പിറ്റേ ദിവസം രാവിലെ മിക്കവാറും രഹസ്യമായൊരിടത്ത് വെച്ചാണ് കുമ്മാട്ടി വേഷങ്ങൾ കെട്ടുന്നത്. വേഷക്കാരുടെ വ്യക്തിത്വം ഓരോ സംഘക്കാരുടെ മുഖാവരണങ്ങളും പരസ്യമാകാതിരിക്കുന്നതിനാണിത്. മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്നും മുകളിലേക്ക് കെട്ടുന്നു. കാലിനും കയ്യിലും 3 കെട്ട്, മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്നാണ് കണക്ക്. വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ട് കെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം വയ്ക്കുന്നു. ദൈവാധീനത്തിനു വേണ്ടി ആദ്യം ഹനുമാന്റെയോ കൃഷ്ണന്റെയോ മുഖാവരണമാണ് കെട്ടുക. പന്നിക്ക് വാഴച്ചപ്പാണ് വേഷം. കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പ് വിളിച്ച് അടുത്തുള്ള ആരാധനാലയത്തിൽ പോയി നാളികേരം മുടയ്ക്കുന്നു. കിഴക്കുംപാട്ടുകര കുമ്മാട്ടി സംഘം പനക്കുംപുള്ളി ശിവക്ഷേത്രത്തിലും ഊരകം കുമ്മാട്ടി അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിലും നമിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത്. ഓരോ സംഘത്തിലും 5ഓ 6ഓ കുമ്മാട്ടികളും സംഘ നേതാവായി തള്ളയും ഉണ്ടാകും. 4-5 പാട്ടുകാരും ഏകതാളത്തിൽ കൊട്ടുന്ന 2ഓ 3ഓ വില്ലുകൊട്ടുകാരും ചേർന്നതാണ് ദേശക്കുമ്മാട്ടി. ഔപചാരികമായി അഭ്യാസക്രമങ്ങളില്ലെങ്കിലും കുമ്മാട്ടിയുടെ പ്രത്യേക ചുവടുകൾ ചെറുപ്പക്കാർ കണ്ടും ചെയ്തും ശീലിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കഥാപാത്രത്തിനും വേണ്ട ഭാവപ്രകടനങ്ങളും വ്യാക്ഷേപങ്ങളും ആശാന്മാർ പറഞ്ഞു കൊടുത്തിരുന്നു. തിത്തോ തിമൃതോ തീയത്തോ എന്ന കുമ്മാട്ടി വായ്ത്താരി പാടി കൈകൊട്ടി പാടുന്നവർക്കൊപ്പം കളിക്കുകയാണെങ്കിലും കഥാസന്ദർഭത്തിനനുസരിച്ച് ആംഗ്യങ്ങൾ കാണിക്കുന്നതിനും പകർന്നാടുന്നതിനും പന്നിയെ നായാടി പിടിക്കുന്ന പന്നിമറച്ചിൽ എന്ന അഭ്യാസ സന്ദർഭങ്ങൾ അഭിനയിക്കുന്നതിനും പരിശീലനം ആവശ്യമാണ്. കേരള ഫോക്ലോർ, CR രാജഗോപാലൻ. ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കിയാലോ. ചർച്ച ചെയ്യാൻ കണ്ടെത്താം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. പാഠഭാഗം വായിച്ച് കണ്ടെത്തിയ സവിശേഷതകൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. സൂചനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് കുമ്മാട്ടിക്കളി എന്ന് എഴുതണം. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കുറിപ്പിൽ ഉൾക്കൊള്ളിക്കേണ്ടത്? കുമ്മാട്ടിക്കളിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്, കുമ്മാട്ടിക്കളിയുടെ ആഘോഷ രീതി എങ്ങനെയെല്ലാം എന്താണെന്ന് എഴുതണം അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് കുമ്മാട്ടിക്കളി എന്ന് എഴുതാം അല്ലേ. എന്താണ് നമ്മളിപ്പോൾ വായിച്ചു, എന്തായിരുന്നു കുമ്മാട്ടിക്കളി? തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് ആർപ്പ് വിളിച്ച് വില്ലുകെട്ടി വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളും ചെറുപ്പക്കാരും അവതരിപ്പിക്കുന്ന നാടോടി കലയാണ് ദേശക്കുമ്മാട്ടി. അനുഷ്ഠാനാംശം കുറഞ്ഞ പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണ്. ഇന്ന് ദേശത്തെ എല്ലാ ജാതിക്കാരും പങ്കെടുക്കുന്ന ദേശോത്സവമായിട്ട് ഇത് മാറിയിരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എന്താ എഴുതേണ്ടത്? കുമ്മാട്ടിക്കളിയുടെ വേഷ സവിശേഷതകൾ എന്തെല്ലാം എന്ന് എഴുതാം അല്ലേ. മാറുകണക്കിന് നീളത്തിൽ മെടഞ്ഞ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു. കാലിലും കയ്യിലും 3 കെട്ട്, മാറിലും ചുമലിലും അരയിലും ഓരോ കെട്ട് എന്നാണ് കണക്ക്.
വ്യക്തിയെ അറിയാതിരിക്കാൻ തലയിൽ മുണ്ടുകെട്ടി അനുഷ്ഠാനപരമായി മുഖാവരണം വയ്ക്കുന്നു. ദൈവാധീനത്തിനു വേണ്ടി ആദ്യം ഹനുമാന്റെയോ കൃഷ്ണന്റെയോ മുഖാവരണമാണ് കെട്ടുക. പന്നിക്ക് വാഴച്ചപ്പാണ് വേഷം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആഘോഷ രീതി എങ്ങനെയാണെന്ന് എഴുതാം അല്ലേ. ആഘോഷ രീതി എങ്ങനെയാണ്? കുമ്മാട്ടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പ് വിളിച്ച് ആരാധനാലയത്തിൽ പോയി നാളികേരം മുടയ്ക്കുന്നു. കിഴക്കുംപാട്ടുകര കുമ്മാട്ടി സംഘം പനക്കുംപുള്ളി ശിവക്ഷേത്രത്തിലും ഊരകം കുമ്മാട്ടി അമ്മ തിരുവടിയുടെ ക്ഷേത്രത്തിലും നമിച്ചുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത്. ഓരോ സംഘത്തിനും 5-6 കുമ്മാട്ടികളും സംഘ നേതാവായി തള്ളയുമുണ്ടാകും. 4-5 പാട്ടുകാരും ഏകതാളത്തിൽ കൊട്ടുന്ന 2-3 വില്ലുകൊട്ടുകാരും ചേർന്നതാണ് എന്ത്? ദേശക്കുമ്മാട്ടി അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കുറിപ്പിൽ എഴുതുക. ഓക്കെ, ഇനി നോക്കൂ, വിശകലനം ചെയ്യാൻ കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ളതാണ് അല്ലേ. കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും ജനമൈത്രി നിലനിർത്താൻ സഹായിക്കുന്നത് എങ്ങനെ? പാഠഭാഗവും മറ്റു സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. പ്രാദേശിക കലാരൂപമായ കുമ്മാട്ടി ആദ്യകാലത്ത് മനകളിലും തറവാടുകളിലും നായന്മാർ അവതരിപ്പിച്ചിരുന്നതാണെങ്കിലും ഇന്ന് ജാതിമത ഭേദമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന കൂട്ടായ്മയുടെ ഉത്സവമാണ്. ഓണം, പുലിക്കളി, കുമ്മാട്ടിക്കളി തുടങ്ങിയവയെല്ലാം നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്ന ആഘോഷങ്ങളാണ്. ജനമൈത്രിയും ഐക്യവും വിളിച്ചോതുന്ന ഇത്തരം നാട്ടുത്സവങ്ങളെല്ലാം എല്ലാ അതിർവരമ്പുകളും ഇല്ലാതാക്കുകയും നാമെല്ലാം ഒന്നാണ് എന്ന ബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ഗ്രാമീണ നിഷ്കളങ്കതയും സാംസ്കാരിക തനിമയുമുള്ള ഇത്തരം നാടോടി കലകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കാർഷികോത്സവം. നമ്മുടെ നാട്ടിലുമുണ്ട് കാർഷികോത്സവങ്ങളും നാട്ടുത്സവങ്ങളും. എന്തൊക്കെയാണ്? കാളവേലയുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടുകളിലുള്ളത്? വേല ഉണ്ടാവാറുണ്ട് അല്ലേ. അതുപോലെ പൂരം, ഓണം, വിഷു, മരമടിയൊക്കെ നമുക്ക് എഴുതാം അല്ലെ. കൂട്ടുകാർ എന്ത് ചെയ്യുക? കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവില്ല, അതും കൂടി എഴുതുക. അപ്പം എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? നാട്ടിലെ കർഷകരുടെ കൂടി സഹായത്തോടെ സ്കൂളിൽ എന്ത് ചെയ്യാനാണ്? ഒരു കാർഷികോത്സവം അഥവാ നാട്ടുത്സവം സംഘടിപ്പിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഈ കാർഷികോത്സവത്തിൻ്റെ അല്ലെങ്കിൽ നാട്ടുത്സവത്തിൻ്റെ പ്രചാരണത്തിന് നോട്ടീസ്, കാര്യപരിപാടി, പോസ്റ്റർ, ബാനർ എന്നിവ തയ്യാറാക്കുമല്ലോ. ഇവ ഡിജിറ്റലായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് തയ്യാറാക്കി നോക്കുക. ദെൻ വിവരണം തയ്യാറാക്കാം. ഞങ്ങൾ കണ്ട കാർഷികോത്സവം നാട്ടുത്സവം എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു വിവരണം തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡോക്യുമെന്ററി തയ്യാറാക്കാനാണ്. നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളും അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തി ഡോക്യുമെന്ററി തയ്യാറാക്കാം. അനുയോജ്യമായ ശബ്ദ വിവരണം കൂടി ഉൾപ്പെടുത്തുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് വിവരണം നോക്കാം. ഞങ്ങൾ കണ്ട കാർഷികോത്സവം അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നാട്ടുത്സവം എന്നതിനെ അടിസ്ഥാനമാക്കി ഒരു വിവരണം തയ്യാറാക്കാനാണല്ലേ. ഓക്കെ, നമുക്ക് നെന്മാറ വലങ്ങി വേലയെക്കുറിച്ച് എഴുതാം. കേരളത്തിന്റെ തനത് ഉത്സവങ്ങളിൽ ഏറ്റവും വർണ്ണാഭമായ ഒന്നാണ് പാലക്കാട് ജില്ലയിലെ നെന്മാറ വലങ്ങി വേല. വർണ്ണങ്ങളുടെയും വെളിച്ചത്തിന്റെയും ആരവങ്ങളുടെയും ഒരു മഹാമേള. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അച്ഛനും ഏട്ടനുമൊത്ത് ആദ്യമായി നെന്മാറ വേല കാണാൻ പോയ അനുഭവം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. നെന്മാറ വേലയുടെ ദിവസം അതിരാവിലെ തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു. വഴിനീളെ വേലയ്ക്ക് പോകുന്ന ആളുകളുടെയും വാഹനങ്ങളുടെയും നീണ്ട നിര തന്നെ കാണാമായിരുന്നു. ക്ഷേത്രത്തിന്റെ മുന്നിലെ വിശാലമായ പറമ്പിൽ വേല കാണാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. വൈകിട്ടോടെ വേലയുടെ ആരവങ്ങൾ ഉച്ചസ്ഥായിയിലെത്തി. വേലയുടെ ഏറ്റവും ആകർഷമായ കാഴ്ചകളിലൊന്ന് അണിഞ്ഞൊരുങ്ങിയ ആനകളുടെ ഘോഷയാത്രയാണ്. പഞ്ചവാദ്യത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയുടെ എഴുന്നള്ളത്ത് തുടങ്ങി. വർണ്ണക്കുടകളും വെഞ്ചാമരങ്ങുമേന്തി പഞ്ചവാദ്യത്തിന്റെ താളത്തിനൊത്ത് ആനകൾ ചുവടുവെച്ചപ്പോൾ ആവേശം അലതള്ളി. എഴുന്നള്ളത്തിന് ശേഷമാണ് കാളകളുടെ വേല. അലങ്കരിച്ച കാളകളുടെ ഓട്ടവും അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ആർപ്പുവിളികളും കാണികളിൽ ആവേശം നിറച്ചു. വേല മൈതാനം കാഴ്ചകളുടെ ഒരു വസന്തമായിരുന്നു. പല വർണ്ണങ്ങളിലുള്ള കുടകൾ, വർണ്ണാഭമായ വേഷങ്ങൾ, നാടൻ കലാരൂപങ്ങളെല്ലാം കൂടി ഒരു മനോഹര കാഴ്ച സൃഷ്ടിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കളിപ്പാട്ടങ്ങളും ബലൂണുകളും വിൽക്കുന്ന സ്റ്റാളുകൾ, വൈവിധ്യമുള്ള ഭക്ഷണം വിൽക്കുന്ന കടകൾ, അങ്ങനെ കണ്ടു തീരാത്ത കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു അവിടം. വേലയുടെ ഭാഗമായി നടക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് അന്നദാനം. ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്.
ഒടുവിൽ ആകാശത്ത് വർണ്ണവിസ്മയം തീർത്ത കരിമരുന്ന് പ്രയോഗവും കൂടി ആയതോടെ ആവേശം 100 ഇരട്ടിയായി. നെന്മാറവേല കേവലം ഒരു ഉത്സവമേള, അതൊരു അനുഭവമാണ്, ഒരു ഓർമ്മയാണ്. ഈ വർഷത്തെ വേല കണ്ട് ഓർമ്മകൾ എന്നും ഞാൻ സൂക്ഷിക്കും. വീണ്ടും വീണ്ടും എല്ലാ വർഷവും ആ ആരവങ്ങൾക്കിടയിലേക്ക് പോകണമെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു കാർഷികത്തെ ഉത്സവത്തെയോ നാട്ടുത്സവത്തെയോ കുറിച്ച് എന്ത് ചെയ്യുക, ഒരു വിവരണം തയ്യാറാക്കുക. നെക്സ്റ്റ് നമ്മൾ ഡോക്യുമെൻ്ററി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളും അനുബന്ധ വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഡോക്യുമെൻ്ററി തയ്യാറാക്കാനാണ് അനുയോജ്യമായിട്ടുള്ള ശബ്ദ വിവരണം കൂടി ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം എന്താണ് കൂട്ടുകാരെ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്? ഒരു സംഭവത്തെയോ വ്യക്തിയെയോ വസ്തുതകളൊക്കെ അടിസ്ഥാനമാക്കി പരിശോധിക്കുന്ന വീഡിയോ ആണല്ലേ ഡോക്യുമെൻ്ററി. അതായത് ഇവിടെ എന്താണ്, വ്യക്തിപരമായ വികാരങ്ങൾ വളച്ചൊടിക്കാതെ, സാങ്കല്പിക കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ, വ്യാഖ്യാനിക്കാതെ യഥാർത്ഥമായി പറയുന്നതാണ് എന്ത്, ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡോക്യുമെൻ്ററി എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം എന്ത് ചെയ്യുക, ആസൂത്രണം, ഒരു ഉത്സവം തിരഞ്ഞെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഏത് ഉത്സവമാണ് ഡോക്യുമെൻ്ററിക്ക് വിഷയമാകാൻ പോകുന്നത് നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ഗവേഷണമൊക്കെ നടത്തി പിന്നെ കഥാതന്തു വികസിപ്പിക്കുക. അതുപോലെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളൊക്കെ തിരഞ്ഞെടുക്കുക. ഉപകരണങ്ങൾ എന്തൊക്കെയായിരിക്കും, മൊബൈൽ ഫോണും ട്രൈപോഡ്, മൈക്രോഫോൺ, പവർ ബാങ്ക് ഒക്കെ ഒരുക്കി വയ്ക്കുക. then ചിത്രീകരണം നടത്താം. പിന്നെ എന്താണ് നെക്സ്റ്റ്, എഡിറ്റിംഗ് ചെയ്യുക. then അവസാനം മിനുക്ക് പണികളൊക്കെ ചെയ്യുക അല്ലേ. അപ്പം അതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കി നോക്കുക. ദെൻ വരികൾ ചേർത്ത് പാടാമെന്നുള്ളതാണല്ലേ അടുത്ത പ്രവർത്തനം. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒരു നാടൻ പാട്ടാണ് ചുവടെ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിത്തിനങ്ങൾ ചേർത്ത് പാടുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. വിത്തുപൊലിപ്പാട്ട്. എന്തെല്ലാം നെല്ല് പൊലിക, ചെന്നെല്ല് വിത്ത് പൊലിക പൊലി, ചെന്നെല്ല് വിത്ത് പൊലിക, കുഞ്ഞിക്കഴമ പൊലിക പൊലി, കുഞ്ഞിക്കഴമ പൊലിക, തൃച്ചണ്ടൻ വിത്ത് പൊലിക പൊലി, തൃച്ചണ്ടൻ വിത്ത് പൊലിക, വിരിപ്പ് നെല്ല് പൊലിക പൊലി, വിരിപ്പ് നെല്ല് പൊലിക, എണ്ണക്കുഴമ്പൻ പൊലിക പൊലി, എണ്ണക്കുഴമ്പൻ പൊലിക, നാരകൻ വിത്ത് പൊലിക പൊലി, നാരകൻ വിത്ത് പൊലിക. അപ്പം ഈ കവിതയ്ക്ക് നമ്മളോട് എന്താണ്, കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, മുണ്ടകൻ പൊലിക പൊലി, മുണ്ടകൻ പൊലിക. അതുപോലെ എന്ത് ചെയ്യാം, പൊൻകിളിവാളി പൊലിക പൊലി, പൊൻകിളിവാളി പൊലിക. ഇതെങ്ങനെയാണ് കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് മനസ്സിലായല്ലോ. നമ്മൾ എന്ത് ചെയ്യാണ്, വിത്തുപൊലിപ്പാട്ടിൽ വിവിധ നെൽവിത്തുകളുടെ പേരുകളാണല്ലോ ഇവിടെ ഓരോന്നും കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാവുന്നതാണ്, ഓരോ വിത്തുകളും, മുണ്ടൻ പൊലിക, മുണ്ടകൻ പൊലിക നമ്മൾ പറഞ്ഞു. ദെൻ പൊൻകിളിവാലി. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കുറേ വിത്തിനങ്ങളുടെ പേരുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ചെന്നല്ല്, നവരപ്പുഞ്ച, വിരിച്ച്, കോയിവാലൻ, നരകൻ, കൗങ്ങിൻ പൂത്താട, തഴുവൻ താളികൻ, ഗന്ധകശാല, കുഞ്ഞിക്കഴമ, തൃച്ചണ്ടൻ, അങ്ങനെ ഒരുപാടുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് കൂട്ടിച്ചേർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ ചെന്നല്ല് വിത്ത് പൊലിക പൊലി, ചെന്നല്ല് വിത്ത് പൊലിക, ഇങ്ങനെ എഴുതി എന്ത് ചെയ്യുക, കൂടുതൽ വരി കൂട്ടിച്ചേർക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നില്ല ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും